ഷേർസിംഗ് ഇപ്പോൾ വാർദ്ധക്യാവസ്ഥയിലെത്തി നിൽക്കുകയാണ്. തന്റെ കാലശേഷം പിൻഗാമിയായി ജ്ഞാനമുള്ള ഒരു ജീവിയെ തിരഞ്ഞെടുക്കാൻ സിംഹരാജാവ് ആഗ്രഹിച്ചു. അതുകൊണ്ട് സകല ജീവികളെയും ദർബാറിൽ വിളിച്ചുകൂട്ടി. പ്രിയ പ്രജകളെ, ഞാൻ വൃദ്ധനായി കഴിഞ്ഞു. പഴയ പോലെ രാജകാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്റെ പിൻഗാമിയായി ഒരു ജ്ഞാനിയെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. രാജാവാകാൻ ആഗ്രഹിക്കുന്ന ജീവികൾ ഐകമായും ഭൗതികവുമായ പരീക്ഷണങ്ങൾക്ക് തയ്യാറാകണം. അതിൽ വിജയിക്കുന്ന ജീവിയായിരിക്കും ഈ കാട്ടിലെ രാജാവ്. ഷേർസിംഗിന്റെ ഈ പ്രഖ്യാപനം കാട്ടിലെങ്ങും കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. വനത്തിലെ ഓരോ കോണിലും ഇത് തന്നെയായിരുന്നു സംസാര വിഷയം. കുരങ്ങച്ച കുരങ്ങച്ച, നിനക്ക് രാജാവായിക്കൂടെ? നിങ്ങൾ സമർത്ഥനും ശക്തിമാനുമാണ്. അതൊക്കെ ശരി തന്നെ, പക്ഷെ രാജാവാകാനുള്ള അർഹത എനിക്കില്ല. കാട്ടിലെ രാജാവ് സിംഹമാവുന്നതാണ് നല്ലത്. ഷേർ സിംഗ് തന്റെ മകനെ രാജാവാക്കിയാ മതിയായിരുന്നു. പക്ഷെ ഷേർസിംഗിന് ബലശാലി മാത്രം പോരാ, ബുദ്ധിശാലിയും ആയിരിക്കണം എന്നല്ലേ സിംഹരാജാവിന്റെ ആഗ്രഹം? ഷേർ സിംഗ് ഒരു ബുദ്ധിരാക്ഷസനല്ലേ? അങ്ങേര് വെക്കുന്ന ടെസ്റ്റിൽ നമ്മൾ എങ്ങനെ പാസ്സാകാനാ എന്റെ ഈശ്വരാ? മറ്റൊരു ഭാഗത്ത് സിംഹിണിയുടെ ദത്ത് സഹോദരനായ കുറുക്കന് രാജാവാകാൻ ആഗ്രഹമുദിച്ചു. അവൻ അത് സിംഹിണിയോട് പറയുകയും ചെയ്തു. ചേച്ചി, ചേട്ടൻ രാജാവ് സിംഹാസനം ഒഴിയാൻ പോകുകയാണോ? ആ അതെ, ഞാനും കേട്ടു. ചേച്ചി, എനിക്ക് രാജാവാകാനുള്ള യോഗ്യതയില്ലേ? പിന്നെ നിനക്ക് രാജാവാകാനുള്ള യോഗ്യതയൊക്കെയുണ്ട്. പക്ഷേ മഹാരാജാവ് വെച്ചിരിക്കുന്ന പരീക്ഷണങ്ങളിൽ നീ ജയിക്കണം. തയ്യാറാവടാ? കെൻ പരീക്ഷണങ്ങൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സിംഹരാജാവിന്റെ അടുത്തേക്ക് സിംഹിണി അവനെയും കൊണ്ടുപോയി. റാണിയോടൊപ്പം കുറുക്കനെ കണ്ട മഹാരാജാവ് ഇങ്ങനെ ചോദിച്ചു. മഹാറാണി, എന്നെ കാണാനാണോ വന്നത്? അതെ രാജാവേ, ഞാൻ എന്റെ ദത്ത് സഹോദരനെയും കൊണ്ട് അങ്ങയോട് ഒരു കാര്യം അപേക്ഷിക്കാനാണ് വന്നത്. ആഹാ, അങ്ങനെയോ? പറയൂ, എന്തിനാ കുറുക്കനാളിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഇവനെ അങ്ങ് രാജാവാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇത് പറ്റില്ലല്ലോ റാണി. പക്ഷേ എന്തുകൊണ്ട് കുറുക്കൻ രാജാവായിക്കൂടാ? കാരണം ഇവൻ നമ്മുടെ രാജകുടുംബത്തിൽ പെട്ടവനല്ലല്ലോ. ഇത് ശരിയല്ല മഹാരാജാവേ. നേതാവിന്റെ മകൻ തന്നെ നേതാവാകണമെന്ന് പറഞ്ഞാൽ നമുക്കും മനുഷ്യർക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? അളിയൻ തന്നെ പറഞ്ഞതല്ലേ, ജ്ഞാനിയായ ഒരാൾക്ക് മാത്രമേ ഈ കാട്ടിലെ രാജാവാകാൻ പറ്റുമെന്ന്. ഞാനൊരു ജ്ഞാനിയല്ലേ രാജാവേ? ഞാൻ ഇങ്ങനെയും പറഞ്ഞിട്ടില്ലേ, കായികമായും ഭൗതികമായുള്ള പരീക്ഷ പാസ്സാവുന്നതിന് മാത്രമേ ഈ കാട്ടിൽ രാജാവാൻ പറ്റുമെന്ന്. മഹാരാജാവേ, അങ്ങേക്ക് ഓർമ്മയുണ്ടോ ഒരു ദിവസം വേട്ടക്കാർ അങ്ങയെ ബന്ധിച്ചത്? അന്ന് ഞാനല്ലേ അങ്ങയെ രക്ഷിച്ചത്. അന്ന് അങ്ങ് എനിക്കൊരു വാക്ക് തന്നിരുന്നു. നീ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? മഹാരാജാവേ, ഇപ്പോൾ എനിക്ക് ഒന്നും വേണ്ട. തരികയാണെങ്കിൽ അങ്ങ് എനിക്കൊരു വാക്ക് തരണം. സമയം വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തും അങ്ങ് എനിക്ക് സാധിച്ചു തരണം. ഞാൻ നിനക്ക് വാക്ക് തരുന്നു. സമയം വരുമ്പോൾ നീ എന്തു ചോദിച്ചാലും ഞാൻ അത് നടത്തും. ആ വാക്ക് അങ്ങയ്ക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ സാധിച്ചു തരണം. എന്റെ സഹോദരനെ രാജാവാക്കണം. ശരി, നീ പറഞ്ഞതുകൊണ്ട് ഇവനെ ഞാൻ രാജാവാക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ പരീക്ഷയിൽ ഇവൻ പാസ്സാകണം. ഞാൻ ഏത് പരീക്ഷയിലും പങ്കെടുക്കാൻ തയ്യാറാണ് രാജാവേ. അപ്പോൾ നദിയുടെ അക്കരയിൽ നിന്നും തോക്കിൽ നിന്നും വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടു. ശരി കുറുക്കനളിയ, പറ, എന്താണ് ഈ ശബ്ദം? അല്ലേ, ഇതൊരു എളുപ്പമുള്ള ചോദ്യമാണ്. വെയിറ്റ്, ഞാൻ ഇപ്പൊ നോക്കിട്ട് വരാം. കുറുക്കൻ ഉടനെ തന്നെ ഓടി നദിയുടെ അക്കരെ പോയി. ഉടനെ തന്നെ തിരിച്ചു വന്ന് ഇങ്ങനെ പറഞ്ഞു. രാജാവേ, നദിയുടെ അക്കരെ കുറച്ച് വേട്ടക്കാരൻ നിൽക്കുന്നുണ്ട്. അവർ തോക്കുകൊണ്ട് വെടിവെച്ച് വേട്ടയ്ക്ക് പരിശീലനം എടുക്കുകയാണ് രാജാവേ. ശരി, എത്ര വേട്ടക്കാരുണ്ടെന്ന് അന്വേഷിച്ചു പറയൂ. കഠിന പ്രയത്നം ചെയ്താലല്ലേ രാജാവാകാൻ പറ്റില്ലോ. ഞാൻ ഇപ്പൊ നോക്കി തിരിച്ചു വരാം രാജാവേ. എത്ര വേട്ടക്കാരുണ്ടെന്നറിയാൻ കുറുക്കൻ വീണ്ടും നദിയുടെ അക്കരെ എത്തി. കുറച്ചു സമയത്തിനുള്ളിൽ കുറുക്കൻ തിരിച്ചു വന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവേ, അവിടെ 12 പേരുണ്ട്. 12 വേട്ടക്കാരുണ്ടല്ലേ? ശരി, പറയൂ, അവരുടെ കയ്യിൽ എത്ര തോക്കുണ്ടായിരുന്നു? ഞാനത് എണ്ണാൻ മറന്നുപോയി. ഇപ്പൊ നോക്കിട്ട് വരാം. അവരുടെ കയ്യിൽ എത്ര തോക്കുണ്ടെന്നറിയാൻ വീണ്ടും കുറുക്കൻ അക്കരയ്ക്ക് ഓടി. കുറച്ചു സമയത്തിനുള്ളിൽ എത്ര തോക്കുകളുണ്ടെന്ന് കണക്കെടുത്ത് തിരിച്ചു വന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവേ, അവരുടെ കയ്യിലൊക്കെ തോക്കുകളുണ്ട്. അതായത് ടോട്ടലായി 12 തോക്കുകളുണ്ട്. ശരി കുറുക്കച്ച, അവരെവിടെന്നാ വന്നതെന്ന് അന്വേഷിക്ക്. പോ. മഹാരാജാവിന്റെ ആജ്ഞ കേട്ടതും വീണ്ടും കുറുക്കൻ അക്കരയ്ക്ക് പാഞ്ഞുപോയി. ഈശ്വരാ, രാജാവെന്നെ ഓടിച്ചോടിച്ച് എന്നെ നടുപൊട്ടിക്കുന്ന തോന്നുന്നത്. ഈ വൃത്തികെട്ട വേട്ടക്കാര് എന്നെ വെടിവെക്കുമോ എന്തോന്നാണ് എനിക്ക് പേടി. എന്ത് ചെയ്യാനാ? ഭയന്നിട്ട് കാര്യമുണ്ടോ? കണ്ടുപിടിച്ചില്ലേ പറ്റൂ. ഒരു രാജാവാകാൻ എന്തൊക്കെ ചെയ്യണം? കുറച്ചു സമയം കഴിഞ്ഞ് മഹാരാജാവിന്റെ മുമ്പിലെത്തിയ കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു.
രാജാവേ, അവര് വടക്കിൽ നിന്നാണ് വരുന്നത്. അവരെങ്ങോട്ടാ പോകുന്നതെന്ന് നീ അന്വേഷിച്ചോ? മഹാരാജാവിന്റെ ചോദ്യശരങ്ങളിൽ കുടുങ്ങി വിവശനായ കുറുക്കൻ പറഞ്ഞു. ചേച്ചി കണ്ടില്ലേ, രാജാവിന് എന്നെ രാജാവാക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്തൊക്കെയോ ചോദ്യം ചോദിച്ച് എനിക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് വരണമെന്ന് പറയുന്നു. വിഷമിക്കല്ലേ അനിയ, ഞാൻ കാര്യം ചോദിച്ചു പറയാം. അങ്ങ് എന്താണ് ചിന്തിക്കുന്നത്? എന്റെ അനുജനെ രാജാവാക്കേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഈ സമയത്താണ് ഷേർസിംഗിന്റെ മകനായ ഷംഷേർ സിംഗ് അവിടെ എത്തിയത്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കരടി പറഞ്ഞു, രാജാവേ, എല്ലാവർക്കും ഒരു അവസരം നൽകണം. ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം രാജകുമാരനും ഒരു അവസരം നൽകണമെന്നാണ്. അതെ രാജാവേ, രാജകുമാരനും ഒരവസരം നൽകണം. അതാണ് ശരി. പ്രിയ പ്രജകളെ, അടുത്ത രാജാവ് ഒരു ജ്ഞാനിയും ബലശാലിയും ഒക്കെ ആയിരിക്കണം. മനസ്സിലായില്ലേ? രാജകുമാരന് രാജാവാണെങ്കിൽ അവനും പരീക്ഷ കൊടുക്കണം. എന്താ, പരീക്ഷ കൊടുക്കാൻ തയ്യാറാണോ? അതെ, ഞാൻ തയ്യാറാണ് അച്ഛാ. രാജകുമാരൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ കാട്ടിലെ മൃഗങ്ങളൊക്കെ സന്തോഷിച്ചു. വീണ്ടും അക്കരയിൽ നിന്നും വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടു. രാജകുമാര, നീ ഇപ്പൊ കേട്ട ശബ്ദം, നിനക്ക് രാജാവാകണമെങ്കിൽ ആ ശബ്ദത്തിന്റെ ഉറവിടം കണ്ടെത്തിയിട്ട് വരൂ. ഇപ്പൊ കണ്ടുപിടിച്ചിട്ട് വരാം. രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് രാജകുമാരൻ നദിയുടെ അക്കരെ പോയി ശബ്ദത്തിന്റെ ഉറവിടം അന്വേഷിക്കാൻ തുടങ്ങി. സമയം കുറെ കഴിഞ്ഞിട്ടും രാജകുമാരൻ തിരിച്ചെത്തിയില്ല. ഇത് കണ്ട കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു, തെറ്റിദ്ധരിക്കരുത് രാജാവേ, ഇത്രയും നേരെയായിട്ടും രാജകുമാരൻ തിരിച്ചു വന്നില്ല. ഈ സമയം കൊണ്ടാണ് ഞാൻ 10 പ്രാവശ്യം ഓടിപ്പോയി തിരിച്ചു വന്നത്. കുറച്ചു നേരം ക്ഷമിക്കൂ കുറുക്ക, രാജകുമാരൻ എന്തായാലും തിരിച്ചു വരും. രാജകുമാരൻ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഞാനല്ലേ രാജാവ്. രാജകുമാരൻ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഞാനല്ലേ രാജാവ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഷംഷേർ സിംഗ് തിരിച്ചെത്തി. സിംഹരാജാവ് ജയിക്കട്ടെ. അക്കരെ 12 വേട്ടക്കാർ തങ്ങളുടെ തോക്ക് ഉപയോഗിച്ച് വേട്ട ചെയ്യാനുള്ള പരിശീലനം എടുക്കുകയാണ്. അവരൊക്കെ വടക്കുന്നാണ് വന്നത്. അവരിന്ന് രാത്രി നമ്മുടെ കാട്ടിലാണ് വേട്ടയാടാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ജീവൻ പണയപ്പെടുത്തി അവരെ അയൽക്കാട്ടിലേക്ക് ഓടിച്ചു വിട്ടു. നീ നിന്റെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണോ ഈ കാര്യം ചെയ്തത്? ഇല്ല, ആ വേട്ടക്കാരെന്നെ കണ്ടപ്പോൾ അവരെന്റെ പുറകെ ഓടാൻ തുടങ്ങി. അവർ തോക്കുകൊണ്ട് എന്നെ വെടിവെക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ തോക്കിൽ നിന്ന് എൻ്റെ ജീവൻ രക്ഷിക്കാനല്ല ഞാൻ വിചാരിച്ചത്. നമ്മുടെ കാടിനെ രക്ഷിക്കുക എന്ന കടമ മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെ ഓടിക്കാൻ എനിക്ക് കുറച്ച് സമയമായി. അതുകൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത്. ഇത് കേട്ട കുറുക്കൻ ലജ്ജിച്ച് തല താഴ്ത്തി. രാജാവേ, നമ്മുടെയൊക്കെ ജീവൻ രക്ഷിച്ച രാജകുമാരന് മാത്രമേ രാജാവാകാൻ യോഗ്യതയുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ അതെ, രാജകുമാരൻ തന്നെയാണ് അടുത്ത രാജാവ്. മഹാറാണി, നമ്മുടെ കുമാരനെ നമുക്ക് നേരിട്ട് രാജാവാക്കാം. പക്ഷെ അവൻ യോഗ്യനാണോ അല്ലയോ എന്ന് അറിയേണ്ടത് നമ്മുടെ കടമയല്ലേ? അതുകൊണ്ടാണ് എല്ലാവരെയും പോലെ രാജകുമാരനെയും ഞാൻ പരീക്ഷയിൽ പങ്കെടുക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? എന്റെ ദത്തളിയൻ പരീക്ഷയിൽ തോറ്റിരിക്കുന്നു. പറയൂ റാണി, ആരെയാണ് ഞാൻ ഈ കാട്ടിലെ രാജാവാക്കേണ്ടത്? നീ തന്നെ പറയൂ. സിംഹിണി ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ കുറുക്കൻ പറഞ്ഞു, മഹാരാജാവേ, രാജാവാകാനുള്ള മോഹം കൊണ്ട് ഞാനൊരു കാര്യം മറന്നു. കാട്ടിലെ രാജാവ് സിംഹം തന്നെ. അതുകൊണ്ട് രാജകുമാരൻ ഷംഷേർ സിംഗിനെ തന്നെ രാജാവാക്കണം. ഇത് അങ്ങയോടുള്ള എന്റെ അപേക്ഷയാണ്. പിന്നെ ഷേർ സിംഗ് തന്റെ മകനായ യുവരാജാവിനെ കാട്ടിലെ രാജാവായി കിരീടമണിയിച്ചു. ഇത് കണ്ട് സന്തോഷിച്ച മൃഗങ്ങളൊക്കെ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഷേർ സിംഗ് സിന്ദാബാദ്, ഷംഷേർ സിംഗ് സിന്ദാബാദ്, ഷേർ സിംഗ് സിന്ദാബാദ്, ഷംഷേർ സിംഗ് സിന്ദാബാദ്. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വേറൊരു കാര്യം, വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. ചെയ്യില്ലേ?